You're with Chinchu. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് വെച്ചാൽ CMS സിലബസ് ആണ്. അതിനകത്തുള്ള സബ്ജക്ട്സ്, അതിൻ്റെ മാർക്കിംഗ് സ്കീം, ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഇത് അൻഷിത ഷെറിൻ്റെ റിക്വസ്റ്റഡ് വീഡിയോ ആണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. CMA എന്ന് പറയുമ്പോൾ തന്നെ 3 സ്റ്റേജസ് ആണ്. ഫസ്റ്റ് സ്റ്റേജിൽ CMA ഫൗണ്ടേഷൻ ആണ്. CMA ഫൗണ്ടേഷനിൽ 4 സബ്ജക്റ്റ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് അക്കൗണ്ടിങ് ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, ലോ ഉണ്ട്, ആൻഡ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. ഫൗണ്ടേഷനിൽ അത്ര ടഫ് ഒന്നുമല്ല, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ കുറേ കാര്യങ്ങൾ അധികം പഠിക്കാനുണ്ട്. സ്റ്റഡി മെറ്റീരിയൽ ഓറിയൻറ്റഡ് ആയിട്ട് അങ്ങ് പഠിച്ചാൽ മതി. ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടാൻ നല്ല ചാൻസ് ഉള്ള ഒരു സ്റ്റേജ് തന്നെയാണ് ഫൗണ്ടേഷൻ. സെക്കൻഡ് ലെവൽ അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജ് ആണ് ഇന്റർമീഡിയറ്റ്. ഇന്റർമീഡിയറ്റിൽ 2 ഗ്രൂപ്പാണുള്ളത്, ഗ്രൂപ്പ് 1 ആൻഡ് ഗ്രൂപ്പ് 2. ഗ്രൂപ്പ് 1ഉം 2യിലൂടെ ചേർത്ത് ടോട്ടൽ 8 സബ്ജക്ട്സ് ആണ്. ഒരു ഗ്രൂപ്പിൽ 4 സബ്ജക്റ്റ് വെച്ചാണ്. 2 ഗ്രൂപ്പിലൂടെ ചേർത്ത് 8 സബ്ജക്ട്സ് ആണ് ഇതിനുള്ളത്. സബ്ജക്ട്സ് എന്ന് പറയുമ്പം ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് വരുന്നുണ്ട്. ഈ മെയിൻ ആയിട്ടുള്ള കാര്യം ഫൗണ്ടേഷനിലുള്ള 1, 2, 3 സബ്ജക്ട്സ് വരെ ഇന്റർമീഡിയറ്റിലും ഫൈനലിലും അതേപോലെ വരുന്നുണ്ട്. പക്ഷേ അത് അഡ്വാൻസ്ഡ് ആയിട്ട് ഓരോ സ്റ്റേജ് മുന്നോട്ട് പോകുമ്പോഴും നല്ല ടഫ്നെസ്സും നല്ല ഡീപ്പായിട്ടുള്ള അനലിറ്റിക്കൽ സ്റ്റഡിയാണ് അവർ ഉദ്ദേശിക്കുന്നത്. സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ കുറച്ച് ബേസിക് ആയിട്ടും പിന്നെ മുന്നോട്ട് പോകുന്നതോറും അത് അഡ്വാൻസ്ഡ് ആയിട്ട് വരും. ഇന്റർമീഡിയറ്റിലെ സബ്ജക്ട്സ് എന്ന് പറയാൻ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ഉണ്ട്, കോസ്റ്റ് അക്കൗണ്ടിങ് ഉണ്ട്, ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഉണ്ട്, പിന്നെ GST ഉണ്ട്. ഇൻഡയറക്ട് ടാക്സിനകത്ത് GST ആണ് വരുന്നത്. നേരത്തെ അത് വാറ്റും സെയിൽസ് ടാക്സും ഒക്കെ ആയിരുന്നു, ഇപ്പോൾ കംപ്ലീറ്റ്ലി GST ആയിട്ട് മാറ്റി. പിന്നെ ഡയറക്ട് ടാക്സ് ഉണ്ട്. ഡയറക്ട് ടാക്സിനകത്തിൽ നമ്മൾ ഇൻകം ടാക്സ് ആണ് മേജർ പോർഷൻ ആയിട്ട് പഠിക്കുന്നത്. പിന്നെ ഓഡിറ്റിംഗ് ഉണ്ട്. കമ്പനി അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് വരുന്നത്. അതിൻ്റെ ഏകദേശം 50% കമ്പനി അക്കൗണ്ട്സ് ആണ്. അതിൽ കമ്പനി റിലേറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും കുറച്ചുകൂടി അക്കൗണ്ടിങ് ബേസ്ഡ് ആയിട്ട് വരും. ബാക്കി റിമൈനിങ് 50% ഓഡിറ്റിംഗ് ആണ് വരുന്നത്. ഓഡിറ്റിംഗ് കുറച്ചുകൂടെ തിയറി ഓറിയന്റഡ് സബ്ജക്റ്റ് ആയിട്ട് വരും. കമ്പനി ഓഡിറ്റ് ആണ് അതിനകത്ത് മേജർ പോർഷൻ ആയിട്ട് നിൽക്കുന്നത്. ലോ ഉണ്ട്. നല്ല രീതിയിൽ നല്ല അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ലോയിലെ ഒരു മേജർ പോർഷൻ തന്നെ കമ്പനി ലോ ആണ് വരുന്നത്. കമ്പനി ലോ ഇൻ ദ സെൻസ് കമ്പനീസ് ആക്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ കുറേ ആക്ട്സ് ഷോർട്ട് ആയിട്ട് ലൈക്ക് പാർട്ട്ണർഷിപ്പ് ആക്റ്റും ഇന്ത്യൻ കോൺട്രാക്ട് ആക്റ്റും അങ്ങനെ വേറെ കുറേ ആക്ട്സ് ജസ്റ്റ് ബ്രീഫായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ എത്തിക്സ് ഒക്കെ വരുന്നുണ്ട് ലോയിൽ. അപ്പം ലോ നല്ലൊരു 100 മാർക്സിൻ്റെ ഒരു പേപ്പർ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ OM ആൻഡ് SM വരുന്നുണ്ട്. ഗ്രൂപ്പ് 2ൽ ഉള്ള ഒരു സബ്ജക്റ്റാണ് OM ആൻഡ് SM. OM ആൻഡ് SM എന്ന് പറയുമ്പോൾ ഓപ്പറേഷൻ മാനേജ്മെന്റ് ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആണ്. SMനകത്ത് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് തിയറി ഓറിയന്റഡ് ആണ്. OM എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ പ്രോബ്ലം ഓറിയന്റഡ് ആണ്. അത് ഒരു പ്രാക്ടിക്കൽ പേപ്പറാണ്. ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയ ആണ്. സ്കോറിംഗ് പേപ്പറാണ്. നമുക്ക് നല്ല അണ്ടർസ്റ്റാൻഡിങ്ങും കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ തന്നെയാണ്. ഇതാണ് ഇന്റർമീഡിയറ്റിലെ ടോട്ടൽ 8 സബ്ജക്ട്സ്. പിന്നെ ഇന്റർമീഡിയറ്റിലെ മാർക്കിംഗ് സ്കീമിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഗ്രൂപ്പിൽ 4 സബ്ജക്ട്സ് വെച്ചിട്ടാണ്. അപ്പോൾ 400ൽ ഇപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് മാത്രം എഴുതുവാണെങ്കിൽ നമുക്ക് 400ൽ വേണ്ട സ്കോർ 200 ആണ്. സ്ട്രേറ്റ് ഹാഫ് 50% ആണ് മാർക്കിംഗ്. അത് കൂടാതെ തന്നെ ഓരോ സബ്ജക്റ്റിന് ഇൻഡിവിജ്വൽ സ്കോർ മിനിമം 40 ഉണ്ടായിരിക്കണം. ഇൻഡിവിജ്വൽ സ്കോർ ഇല്ലെങ്കിൽ ആ എൻറ്റയർ ഗ്രൂപ്പ് തന്നെ പോകും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പ് എഴുതിയിട്ട് 400ൽ 200 മതി ക്ലിയർ ചെയ്യാൻ. അഗ്രിഗേറ്റ് അത്രയും മതി. പക്ഷെ നമുക്ക് 210 കിട്ടിയെന്ന് വെച്ചോ, എന്നാലും ലോയുടെ പേപ്പറിൽ 40 മിനിമം കിട്ടാതെ 39 ആയാൽ ആ എൻറ്റയർ ഫസ്റ്റ് ഗ്രൂപ്പ് പോവും. നമ്മൾ 4 സബ്ജക്റ്റും വീണ്ടും എഴുതേണ്ടി വരും. അതാണ് ഈ CMA ആയാലും CA ആയാലും സെയിം മാർക്കിംഗ് സ്കീം തന്നെയാണ്. അതേപോലെ ഏതെങ്കിലും സബ്ജക്റ്റിന് 60 മാർക്സിൽ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ അത് എക്സംഷൻ ആണ്. അങ്ങനെ ആകുമ്പോൾ ഈ സപ്പോസ് നമ്മൾ 4 സബ്ജക്റ്റ് വെച്ചിട്ടുള്ള ഫസ്റ്റ് ഗ്രൂപ്പ് നമ്മൾ എക്സാം എഴുതിയിട്ട് ടോട്ടൽ 200 കിട്ടിയില്ല, 190 കിട്ടിയതേ ഉള്ളൂ. 190 കിട്ടിയുള്ളെങ്കിൽ ആ എൻറ്റയർ ഗ്രൂപ്പ് മൊത്തത്തിൽ പോയി. പക്ഷേ അതിൽ ഏതെങ്കിലും ഒരു സബ്ജക്ട്, സപ്പോസ് കോസ്റ്റിംഗിൽ നമുക്ക് 62 മാർക്സ് ഉണ്ടെങ്കിൽ ആ കോസ്റ്റിംഗ് എക്സംഷൻ കിട്ടും. എക്സംഷൻ എന്ന് വെച്ചാൽ വീണ്ടും നമ്മൾ അടുത്ത അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ആ പേപ്പർ വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. ബാക്കി സബ്ജക്ട്സ്, അതായത് പിന്നെ ആ ഫസ്റ്റ് ഗ്രൂപ്പ് എഴുതിയെടുക്കണമെങ്കിൽ ബാക്കി 3 സബ്ജക്ട്സ് എഴുതിയെടുത്താൽ മതി. അങ്ങനെ 2 കേസസ് ആണ് ഉള്ളത്. ഒന്ന് എക്സംഷൻ്റെ കേസും ഒന്ന് മിനിമം മാർക്കിംഗ് സ്കീമിൻ്റെ കേസും. പിന്നെ അഗ്രിഗേറ്റ് ക്യാരി ഫോർവേഡ് എന്നൊരു പരിപാടിയുണ്ട്. അതായത് 2 ഗ്രൂപ്പോട് ഒരുമിച്ച് എഴുതുവാണെങ്കിൽ ഒരു ഗ്രൂപ്പിൽ കുറച്ച് മാർക്സ് കുറവും മറ്റേ ഗ്രൂപ്പിൽ കൂടുതലും വരുവാണെങ്കിൽ കൂടുതൽ കിട്ടിയതെടുത്ത് കുറവിലോട്ടിട്ട് 2 കൂടെ കൂട്ടുമ്പം ഈക്വൽ ആയിട്ട് നമുക്ക് വേണ്ട റിക്വയർഡ് സ്കോർ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 2 ഗ്രൂപ്പും കിട്ടും. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഫസ്റ്റ് ഗ്രൂപ്പിന് ഫസ്റ്റ് ഗ്രൂപ്പിൽ നമ്മൾ എഴുതിയിട്ട് 210 മാർക്സ് കിട്ടി, അതായത് 10 മാർക്സ് അധികം കിട്ടി. സെക്കൻഡ് ഗ്രൂപ്പിൽ എഴുതിയിട്ട് 190 കിട്ടിയുള്ളൂ, 10 മാർക്സ് കുറഞ്ഞു പോയി. അപ്പം ഈ 2 ഗ്രൂപ്പോട് ആഡ് ചെയ്യുമ്പോൾ, അതായത് ഫസ്റ്റ് ഗ്രൂപ്പ് 210 കിട്ടിയോണ്ട് എന്തായാലും നമുക്ക് ഫസ്റ്റ് ഗ്രൂപ്പ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. സെക്കൻഡ് ഗ്രൂപ്പ് 190 ഉള്ളു, അഗ്രിഗേറ്റിന് 10 മാർക്ക് കുറവാണ്. പക്ഷേ ഈ സെക്കൻഡ് ഗ്രൂപ്പിലെ എല്ലാ സബ്ജക്റ്റിലും 40 എബവ് ഉണ്ട്, അതായത് ഒരു സബ്ജക്റ്റ് പോലും ഇൻഡിവിജ്വലി ഫെയിൽ ആയിട്ടില്ല. അങ്ങനത്തെ ഒരു കേസിൽ ഈ 2 ഗ്രൂപ്പോടെ നമ്മൾ ഒരുമിച്ച് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരുമിച്ചാണ് എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ 210ൽ 10 മാർക്സ് ക്യാരി ഫോർവേഡ് ചെയ്ത് സെക്കൻഡ് ഗ്രൂപ്പിൽ എടുക്കും. എന്നിട്ട് 2 ഗ്രൂപ്പ് ഒരുമിച്ച് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും.
അതായത് 2 ഗ്രൂപ്പ് നമുക്ക് പാസ്സാവും. ഇതിനെയാണ് ക്യാരി ഫോർവേഡ് എന്ന് പറയുന്നത്. അതേ സമയത്ത് നിങ്ങൾ ഫസ്റ്റ് ഗ്രൂപ്പ് ഈ അറ്റംപ്റ്റിൽ എഴുതി, ഓക്കെ, 210 മാർക്സ് കിട്ടി. പക്ഷെ അടുത്ത അറ്റംപ്റ്റിൽ അടുത്ത 6 മന്ത്സ് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഗ്രൂപ്പ് പ്രിപ്പയർ ചെയ്തിട്ട് എഴുതി 190 കിട്ടിയാൽ ഫെയിൽ ആവും. സെക്കൻഡ് ഗ്രൂപ്പ് അഗ്രിഗേറ്റ് കിട്ടാത്തതുകൊണ്ട് ആ ഫുൾ ഗ്രൂപ്പ് പോകും, വീണ്ടും എഴുതേണ്ടി വരും, ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് 2 ഗ്രൂപ്പ് ഒരുമിച്ച് എഴുതാൻ ഒരുപാട് ടീച്ചേഴ്സ് സജസ്റ്റ് ചെയ്യുന്നത്. കാരണം ക്യാരി ഫോർവേഡ് എന്നുള്ള ബെനിഫിറ്റ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി, മാർക്കിംഗ് സ്കീമും അഗ്രിഗേറ്റിൻ്റെ ഒക്കെ കാര്യം പറയുന്നത്. ഇനി ഫൈനലിൻ്റെ കേസ് പറയാം. ഫൈനലിൻ്റെ കേസിലും ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ സെയിം തന്നെയാണ്. സബ്ജക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഫൈനലിൻ്റെ കേസിലായാലും 8 സബ്ജക്ട്സ് ആണ്, 2 ഗ്രൂപ്പാണ്, ഗ്രൂപ്പ് 3യും ഗ്രൂപ്പ് 4, 2 ഗ്രൂപ്പാണ് വരുന്നത്. ഗ്രൂപ്പ് 3യും ഗ്രൂപ്പ് 4 ചേർത്തിട്ട് ടോട്ടൽ 8 സബ്ജക്ട്സ് ആണ്. 4 സബ്ജക്ട്സ് വെച്ച് ഓരോ ഗ്രൂപ്പും. ഇന്ററിൻ്റെ അതേ സ്ട്രാറ്റജി, അതേ ക്രൈറ്റീരിയ ആണ്. ഫൈനലിൻ്റെ കേസിൽ വരുന്ന സബ്ജക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ഉണ്ട്, കോസ്റ്റിംഗ് ഉണ്ട്. സബ്ജക്ട്സ് തന്നെ പറയുവാണെങ്കിൽ ലോ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അതിലൊരു നല്ലൊരു മേജർ പോർഷൻ തന്നെ കമ്പനീസ് ആക്ട് തന്നെ ഇന്ററിന് കൂടെ തന്നെ. പക്ഷെ വളരെ അനലിറ്റിക്കലായിട്ടും അഡ്വാൻസ്ഡ് കേസ് സ്റ്റഡി ബേസ്ഡ് ഒക്കെ ആയിട്ടാണ് നമ്മൾ ഫൈനലിൽ പഠിക്കുന്നത്. ലോ അങ്ങനെ, പിന്നെ കോസ്റ്റിംഗ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. SFM സ്ട്രാറ്റജിക് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ പേപ്പറുണ്ട്, SFM. അതിനകത്ത് നമ്മൾ പുതിയ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. പോർട്ട്ഫോളിയോ, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഷെയർ മാർക്കറ്റ്, പിന്നെ ഡെറിവേറ്റീവ്സ്, ഫോറിൻ എക്സ്ചേഞ്ച്, അങ്ങനെ കുറേ കാര്യങ്ങൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് SFM-നകത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞ സബ്ജക്ട്സ്, ഓഡിറ്റിംഗ് ഉണ്ട്. GST നല്ല ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒരു എൻറ്റയർ 100 മാർക്സിൻ്റെ പേപ്പറായിട്ട് പഠിക്കുന്നുണ്ട്. ഡയറക്റ്റ് ടാക്സ് ഉണ്ട്. ഡയറക്റ്റ് ടാക്സിൽ അഗെയിൻ ഇൻകം ടാക്സ് തന്നെയാണ് മേജർ പോർഷൻ ആയിട്ട് വരുന്നത്. പക്ഷേ ഇന്റർനാഷണൽ ടാക്സേഷൻ എന്ന് പറഞ്ഞൊരു പുതിയ തീം അല്ലെങ്കിൽ പുതിയൊരു പോർഷൻ അതിന് ആഡ് ചെയ്തിട്ടുണ്ട്. അതൊരു സിഗ്നിഫിക്കൻറ്റ് പോർഷനാണ്. സ്കോറിങ് അത്ര ടഫ് അല്ല, പക്ഷെ പഠിക്കാൻ നല്ലപോലെ ഉണ്ട്. പിന്നെ ഒരു എൻറ്റയർലി ന്യൂ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് BVM ആൻഡ് SPM ആണ്. BVM ആൻഡ് SPM ആക്ച്വലി ഒരു സിംഗിൾ സബ്ജക്റ്റ് ആണ്. 50 മാർക്സ് BVM-ഉം 50 മാർക്സ് SPM-ഉം. പക്ഷേ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. SPM എന്ന് വെച്ചാൽ സ്ട്രാറ്റജിക് പെർഫോമൻസ് മാനേജ്മെന്റ്. അത് കൂടുതലായിട്ട് തിയറി ഓറിയന്റഡ് ആണ്. ഈ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ തിയറിറ്റിക്കലായിട്ട് നേരത്തെ പഠിച്ചില്ല. അതും പിന്നെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും ശകലം പ്രോബ്ലംസ് കൂടെ SPM-നകത്ത് വരും. പിന്നെ BVM എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് വാല്യുവേഷൻ ആണ്. അതിനകത്ത് നമ്മുടെ ബിസിനസ്സിനെ പല മെത്തേഡ്സിലൂടെ എങ്ങനെ വാല്യൂ ചെയ്യാം, അതിന് എത്രത്തോളം വാല്യൂ വരുമെന്ന് ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. അതിനെയൊക്കെ ബേസ് ചെയ്ത് അനലൈസ് ചെയ്ത് നമ്മൾ പ്രോപ്പറായിട്ട് പഠിക്കുന്നുണ്ട്. ഫൈനലി CFR എന്ന് പറഞ്ഞൊരു പേപ്പറുണ്ട്, കോർപ്പറേറ്റ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. കുറേയൊക്കെ അക്കൗണ്ട്സ് ബേസ്ഡ് ആണ്. എനിക്ക് ടഫായിരുന്നു, എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. ഇത്രയാണ് ഫൈനലിൻ്റെ ടോട്ടൽ സബ്ജക്ട്സ്. പിന്നെ ആസ് ഐ ഓൾവേസ് സേ, in case of any suggestions, doubts or clarifications, you can drop it down in the comment section. Don't forget to subscribe my channel. Hit that bell icon too. Till next time, take care. Bye bye.